പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കത്തോലിക് സഭയിലേക്ക് നുഴഞ്ഞു കയറുന്ന ഒരു പാഷണ്ഡതയാണ് മാർസിയോണിസം എന്ന പാഷണ്ഡത. ഇന്ന് പലരും മാർസിയോണിസം എന്ന പാഷണ്ഡതയെ പഠിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് കണ്ടുവരികയാണ്. എന്താണ് മാർസിയോണിസം എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഈ ഹെരസിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി പുറകോട്ട് മാറാൻ സാധിക്കുകയുള്ളൂ. എന്താണ് മാർസിയോണിസം? AD 1-ാം നൂറ്റാണ്ടിൽ സഭയിൽ കടന്നു വന്ന ഒരു ഹെരസിയാണ് മാർസിയോണിസം. ഇത് സ്ഥാപിച്ചത് മാർസിയോണാണ്. അതിന് കാരണമുണ്ട്. യഹൂദന്മാർക്കിടയിൽ ആദ്യം ഒരു വിവാദമായിട്ടാണ് ക്രിസ്തു മതം ആരംഭിക്കുന്നത്. ക്രിസ്ത്യാനികൾ പഴയ നിയമ പുസ്തകങ്ങളെ തിരുവെഴുത്തായി കണ്ടുകൊണ്ട് സിനഗോഗുകളിൽ കയറി യേശുക്രിസ്തു ദൈവമാണെന്ന് തിരുവെഴുത്ത് മുഖേന പഠിപ്പിക്കാൻ ആരംഭിച്ചു. ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ മോശയുടെ പ്രമാണവും യേശുക്രിസ്തുവിൻ്റെ പ്രമാണവും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ തെളിഞ്ഞു വരാൻ തുടങ്ങി. ഉദാഹരണത്തിന്, മോശയുടെ നിയമമനുസരിച്ച് ബഹുഭാരിത്യം അനുവദനീയമാണ്, അതുപോലെ തന്നെ വിവാഹമോചനവും അനുവദനീയമാണ്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ പ്രബോധനമനുസരിച്ച് ബഹുഭാരിത്വം അനുവദനീയമല്ല, വിവാഹമോചനവും അനുവദനീയമല്ല. പരിച്ഛേദന വിഷയത്തിലും ഇപ്രകാരം തന്നെ ക്രിസ്ത്യാനികൾക്ക് പരിച്ഛേദനം ചെയ്യേണ്ട ആവശ്യമില്ല. ഭക്ഷണ പദാർത്ഥങ്ങൾ ഭക്ഷിക്കുന്നിടത്ത് പന്നിമാംസം കഴിക്കുന്നതിൽ ക്രിസ്ത്യാനികൾക്ക് വർജ്യമല്ല. ഇപ്രകാരമുള്ള പല മാറ്റങ്ങളും സുവിശേഷം വഴി, യേശുക്രിസ്തുവിൻ്റെ പ്രബോധനം വഴി സിനഗോഗുകളിൽ പഠിപ്പിക്കാൻ ആരംഭിച്ചപ്പോൾ, പ്രത്യേകിച്ച് ജെറുസലേം ദേവാലയം തകർക്കപ്പെടുകയും ചെയ്തപ്പോൾ, യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കയ്യിലുള്ളത് ആകെ സെപ്റ്റുജിന്റ് പുസ്തകം മാത്രമായിരുന്നു. തോറയും നബിയും തനാക്കും മാത്രമായി മാറി. ഈ ഒരു കാലഘട്ടത്തിലാണ് യഹൂദന്മാർ ക്രിസ്ത്യാനികളെ സിനഗോഗുകളിൽ നിന്ന് ആട്ടിപ്പുറത്താക്കാൻ ആരംഭിച്ചത്. ഇവർ പഠിപ്പിക്കുന്നത് യഹൂദ മതത്തെ പറ്റിയതല്ല, അത് മറ്റൊരു മതമാണ്, ക്രിസ്തു മതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സിനഗോഗുകളിൽ നിന്ന് ക്രിസ്ത്യാനികളെ മുഴുവൻ ആട്ടിപ്പുറത്താക്കി. ഇങ്ങനെ പുറത്താക്കപ്പെട്ടപ്പോൾ അതിന് വിരുദ്ധമായി ഉണ്ടായ സഭയിലുണ്ടായ ഒരു പ്രസ്ഥാനമാണ് മാർസിയോണിസം. മാർസിയോൺ ഇപ്രകാരം പഠിപ്പിച്ചു: പഴയ നിയമ തിരുവെഴുത്തുകളെല്ലാം തന്നെ പൈശാചികമാണ്. യാഹുവേ എന്ന ദൈവം, മോശയുടെ ദൈവം, പിശാചാണ്. പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചത് യാഹുവയാണ്. എന്നാൽ യേശുക്രിസ്തു സത്യദൈവത്തിലേക്ക് മനുഷ്യരെ ജ്ഞാനം നൽകിക്കൊണ്ട് കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ പൈശാചികമായ യാഹുവയുടെ കരങ്ങളിൽ നിന്ന് യേശുക്രിസ്തു മനുഷ്യകുലത്തെ വീണ്ടെടുത്തതാണ് ക്രിസ്തു മതം. അതുകൊണ്ട് പഴയ നിയമ പുസ്തകങ്ങൾ നമുക്ക് ആവശ്യമില്ല, മോശയുടെ ദൈവത്തെയും നമുക്ക് ആവശ്യമില്ല. മോശയുടെ ദൈവം പിശാചാണ്. ഗ്രീക്ക് തത്വചിന്തയിലുള്ള ജ്ഞാനവാദവുമായി ഇത് ഇടകലർന്ന് നിൽപ്പുണ്ട്. ജ്ഞാനവാദത്തിൽ ഗ്രീക്കുകാർ ഇപ്രകാരമാണ് പറയുന്നത്: ദുഷ്ടനായൊരു ദൈവം ഭൂമിയെ സൃഷ്ടിച്ചു, അതുകൊണ്ട് ഭൂമിയിൽ പാപമുണ്ട്. എന്നാൽ നല്ലവനായ ദൈവം ഭൂമിയിലേക്ക് ആളുകളെ അയക്കുന്നു. ആ വ്യക്തികൾ ജ്ഞാനം പ്രസംഗിക്കുന്നു. ആ ജ്ഞാനം തിരിച്ചറിയുന്ന വ്യക്തികൾ ഈ ദുഷ്ടനായ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ജ്ഞാനമാർഗം സ്വർഗത്തിൽ പ്രവേശിക്കുന്നു. അപ്പോൾ ഈ ഒരു തത്വചിന്തയുടെ ജ്ഞാനവാദത്തിൻ്റെ സ്വാധീനം സഭയിലേക്ക് കടന്നു വരികയും ക്രിസ്ത്യാനികൾക്കിടയിൽ മാർസിയോണിസം എന്ന ഹെരസി കടന്നു വരികയും ചെയ്യുകയാണ്. മാർസിയോൺ ഇതുപോലെ ദൈവം അയച്ച ഒരു പ്രവാചകനെ പോലെ, ദൈവപുത്രനെ പോലെ യേശുക്രിസ്തുവിനെ അവതരിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് വസ്തുത. ഇത് 1-ാം നൂറ്റാണ്ടിൽ തന്നെ സഭ തള്ളിക്കളഞ്ഞതും വിശുദ്ധ ഐറോനിയസ് പിതാവ് ചെകുത്താന്റെ സന്തതി എന്ന് പറഞ്ഞുകൊണ്ട് മാർസിയോനെ വിളിക്കുകയും ചെയ്തെന്ന് ചരിത്ര രേഖകളിൽ കാണാം. ഇന്ന് എന്തുകൊണ്ടാണ് ഈ ഒരു ഹെരസി തിരികെ വന്നത്? ഈ കാലഘട്ടങ്ങളിൽ എന്തുകൊണ്ടാണ് യേശുവിൻ്റെ പ്രബോധനം മോശയുടെ പ്രബോധനത്തിൽ വ്യത്യസ്തമായി നിലകൊള്ളുന്നത് എന്നുള്ള വസ്തുതയാണ് വീണ്ടും ഈ ഒരു ഹെരസി കടന്നു വരാൻ കാരണമായിട്ടുള്ളത്. മോശയുടെ പ്രബോധനത്തിലെ അമലേക്കരെ വംശനാശം ചെയ്യാൻ പറയുന്ന ദൈവത്തെ കാണുകയാണ്. അതുപോലെ ഫിലിസ്തീനെ നശിപ്പിക്കാൻ പറയുന്ന ദൈവം, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് പറയുന്ന ദൈവം. ഇങ്ങനെ ഇപ്രകാരം മോശയോട് പറയുന്ന ദൈവം യേശുക്രിസ്തുവിൻ്റെ പിതാവല്ല എന്നുള്ള പ്രഖ്യാപനമാണ് മാർസിയോണിസം കൊണ്ടുവരുന്ന വ്യക്തികൾ പഠിപ്പിക്കുന്നത്. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, ബ്രദറിൻ്റെ അഭിപ്രായം എന്താണ്?
യേശുക്രിസ്തുവിൻ്റെ ദൈവമല്ല മോശയുടെ ദൈവം. മോശയുടെ ദൈവം ക്രൂരനും ദുഷ്ടനുമായ ദൈവമാണ്. മനുഷ്യനെ നശിപ്പിക്കാൻ പറയുന്ന ദൈവമാണ്. അതൊരു പ്രത്യേക വിഭാഗത്തിൻ്റെ ഗോത്ര ദൈവമാണ്. യേശുക്രിസ്തു പഠിപ്പിച്ചത് സകലരുടെയും പിതാവായ ദൈവത്തെയാണല്ലോ. അതുകൊണ്ട് യാഹ്വേ എന്ന് പറയുന്ന ദൈവം യേശുവിൻ്റെ ദൈവമല്ലല്ലോ എന്ന് പലരും എന്നോട് ചോദിക്കുകയുണ്ടായിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, ഇതിന് രണ്ട് രീതിയിലാണ് സഭ കാണുന്നത്. ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത്, യേശുക്രിസ്തുവിനും 1500 വർഷം മുമ്പുള്ള ഒരു ജനതയോട് ദൈവം ശിശുക്കൾക്ക് എന്നതുപോലെ പഠിപ്പിച്ചു. അതുകൊണ്ടാണ് ഇപ്രകാരമുള്ള മനുഷ്യകുലത്തിൻ്റെ സാംസ്കാരിക വളർച്ചയിൽ അവർക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ അവരുടേതായ ഭാഗത്ത് നിന്നുകൊണ്ട് അവരോട് സംസാരിച്ചതായുള്ള രീതിയിൽ നമുക്ക് ഈ വ്യാഖ്യാനങ്ങൾ കാണാൻ സാധിക്കുന്നത്. എന്നാൽ കാലത്തിൻ്റെ സമ്പൂർണ്ണതയിൽ യേശുക്രിസ്തു അതിൻ്റെ പൂർണ്ണതയിൽ നമ്മെ പഠിപ്പിച്ചു. അപ്പോൾ പഴയ നിയമത്തിൽ അപൂർണതകളുണ്ട്, പുതിയ നിയമമാണ് പൂർണ്ണതയിലുള്ളത്. യേശുക്രിസ്തുവിലൂടെ വെളിപ്പെട്ടതാണ് പൂർണ്ണമായ വെളിപാട്. പഴയ നിയമത്തിലെ പഠനങ്ങളെ യേശുക്രിസ്തുവിൻ്റെ പൂർണ്ണ വെളിപാടിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് വേണം നാം കാണാൻ. എന്നാൽ പഴയ നിയമത്തിലുള്ളതെല്ലാം ദൈവവചനങ്ങൾ തന്നെയാണ്. അവ ഒരിക്കലും മാറ്റപ്പെടേണ്ടതല്ല. എന്നാൽ അതിനെ യേശുക്രിസ്തുവിൻ്റെ പൂർണ്ണമായ വെളിപാടിൻ്റെ വെളിച്ചത്തിൽ കാണുമ്പോൾ മാത്രമേ നാം വ്യാഖ്യാനിക്കുന്നത് ശരിയാവുകയുള്ളൂ. രണ്ടാമത്തെ രീതി ഇപ്രകാരം തന്നെയാണ്. ദൈവം തന്നെയാണ് മോശയ്ക്ക് വെളിപ്പെട്ടത്. എന്നാൽ മനുഷ്യനോട് ദൈവം സംസാരിക്കുമ്പോൾ, ദൈവം സംസാരിക്കുന്ന ഭാഷ മനസ്സിലാക്കുവാൻ മനുഷ്യന് സാധിക്കാതെ വരുമ്പോൾ ഇടനിലക്കാരായി ദൈവദൂതന്മാർ പ്രത്യക്ഷപ്പെടും. ഇപ്രകാരം ഒരു വെളിപാട് ഒരു മനുഷ്യന് ലഭിക്കുമ്പോൾ അവനിലൂടെ ദൈവം മാത്രമല്ല സംസാരിക്കുന്നത്, അവൻ്റെ ഉള്ളിലുള്ള അവൻ്റെ മാനുഷിക ഹിതവും അതുപോലെ തന്നെ അവനെ സ്വാധീനിച്ചിരിക്കുന്ന തിന്മയുടെ ശക്തിയും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ മനുഷ്യനും ഇടയിൽ നിലനിൽക്കുന്ന ദൈവത്തിൻ്റെ ദൂതനും അവനോട് സംസാരിക്കും. അതുകൊണ്ട് ദൈവത്തിൽ നിന്നുള്ള വെളിപാട് പൂർണ്ണമായ അർത്ഥത്തിൽ മനസ്സിലാക്കുവാൻ മനുഷ്യന് സാധ്യമല്ല. അതുകൊണ്ടാണ് ഈ വെളിപാട് അപൂർണമായി നിൽക്കുന്നത് എന്നുള്ളതാണ് രണ്ടാമത്തെ വ്യാഖ്യാനം. ഇതിന് സാധൂകരിക്കുന്ന കാര്യം, പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ മുൾപ്പടർപ്പിൽ കർത്താവിൻ്റെ ദൂതൻ മോശയ്ക്ക് വെളിപ്പെട്ടു എന്ന് കാണുകയും തുടർന്ന് സംസാരിക്കുമ്പോൾ ദൈവമാണെന്ന് സ്വയം അഭിസംബോധന ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്തെഫാനോസ് മോശയ്ക്ക് കർത്താവിൻ്റെ ദൂതനാണ് പ്രത്യക്ഷപ്പെട്ടത് എന്ന് അവതരിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. അതുപോലെ മനുഷ്യർക്ക് കിട്ടുന്ന സ്വകാര്യ വെളിപാടുകളെ സഭ വ്യാഖ്യാനിക്കുന്ന പ്രകാരമാണ്. സ്വകാര്യ വെളിപാടുകൾ അതിൻ്റെ അർത്ഥത്തിൽ തന്നെ പൂർണ്ണതയുള്ളതല്ല. സഭയ്ക്ക് ലഭിച്ചിരിക്കുന്ന യേശുക്രിസ്തുവിന് ലഭിച്ചിരിക്കുന്ന പൂർണ്ണ വെളിപാടിനോട് വിശ്വാസത്തിന് നിരക്കുന്നതായിരിക്കണം സ്വകാര്യ വെളിപാട്. കാരണം സ്വകാര്യ വെളിപാടിലൂടെ മനുഷ്യനോട് ദൈവം മാത്രമല്ല സംസാരിക്കുന്നത്, ദൈവത്തിൻ്റെ ദൂതനോ അല്ലെങ്കിൽ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ പ്രത്യക്ഷീകരണമാണെങ്കിൽ മാതാവ് മാത്രമല്ല സംസാരിക്കുന്നത്, മനുഷ്യനുള്ളിലുള്ള അവൻ്റെ ഹിതങ്ങളും അതുപോലെ തന്നെ മനുഷ്യനെ സ്വാധീനിക്കാൻ കഴിവുള്ള തിന്മയുടെ ശക്തികളും ഒരേ സമയം സ്വകാര്യ വെളിപാടിൽ സംസാരിക്കുന്നെന്ന് സഭ പഠിപ്പിക്കുന്നുണ്ട്. ഇതുകൊണ്ടാണ് പഴയ നിയമത്തിലെ വെളിപാടുകളിൽ അപൂർണത നിലനിൽക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പഴയ നിയമ പുസ്തകങ്ങൾ മുഴുവൻ ദൈവം നിവേശിതമാണ്. ദൈവം തന്നെയാണ് അവയിലൂടെ പ്രവാചകന്മാരോട് സംസാരിച്ചത്. എന്നാൽ ആ വെളിപാട് അപൂർണതയുള്ളതാണ്. പൂർണ്ണമായ വെളിപാട് യേശുക്രിസ്തുവിൻ്റെതാണ്. യേശുക്രിസ്തു ദൈവം തന്നെയാണ്. മനുഷ്യനിലൂടെ വെളിപ്പെടുന്നത് അപൂർണ വെളിപാടായതുകൊണ്ടാണ് ദൈവം തന്നെ മനുഷ്യനായി ഭൂമിയിൽ ഇറങ്ങി വന്ന് പുത്രനിലൂടെ ദൈവം പൂർണ്ണമായും സംസാരിച്ചത് എന്നുള്ളതാണ് യഥാർത്ഥമായ അതിൻ്റെ ഉത്തരം. യേശുക്രിസ്തു തന്നെ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 24-ാം തിരുവചനത്തിൽ ഞാൻ തന്നെ എന്ന് പറഞ്ഞാൽ യാഹ്വേ, ഞാൻ യാഹ്വേയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്നുള്ള വസ്തുത അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഇത്തരണത്തിൽ നമുക്ക് അനുസ്മരിക്കാം. ചുരുക്കി പറഞ്ഞാൽ മാർസിയോണിസം എന്ന വാദം ഹെററ്റിക്കാണ്, ഹെരസിയാണ്, പാഷണ്ഡതയാണ്, നാം തള്ളിക്കളയേണ്ടതാണ്. പഴയ നിയമത്തിലെ ദൈവം മനുഷ്യർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത് ദൈവവചനങ്ങൾ തന്നെയാണ്. അതിൽ അപൂർണമായ വെളിപാടുകളുണ്ട്. അത് യേശുക്രിസ്തുവിൽ പൂർത്തീകരിക്കുന്നു എന്നുള്ളതാണ് സഭ പഠിപ്പിക്കുന്ന വാദം. ഒരിക്കലും പഴയ നിയമ പുസ്തകങ്ങൾ ദൈവവചനമല്ല, പൈശാചികമാണ് എന്ന് പറഞ്ഞ് ഒരിക്കലും തള്ളിക്കളയാൻ പാടുള്ളതല്ല. ആമേൻ.